ഹായ് ഗെയ്സ്, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊങ്കലിന് ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയതാണ് കേട്ടോ. കൃഷ്ണഗിരിയാണ് സ്ഥലം. അവിടുത്തെ പൊങ്കൽ ആഘോഷിക്കാമെന്ന് പറഞ്ഞ് അവിടെ പോകുന്ന കാഴ്ചയാണ് കേട്ടോ. പോണ വഴിയാണ്. ഞങ്ങൾ ത്രിബിൾസാണ് പോകുന്നത്. ഹെൽമെറ്റൊന്നും വെച്ചില്ലെങ്കിൽ ഇവിടെ നമുക്ക് പ്രശ്നമില്ല കേട്ടോ. ത്രിബിൾസ് പോയാലും ഒരു പ്രശ്നമില്ല. നമ്മുടെ ഇവിടെയൊക്കെയാണ് ഭയങ്കര പ്രശ്നമുള്ളത്. ഇവിടെ മെയിൻ റോഡിൽ കൂടിയൊക്കെ പോയാൽ കണ്ടോ ആരുടെയും തലയിൽ ഹെൽമെറ്റ് പോലും ഇല്ല. എന്നിട്ട് ഞങ്ങൾ പോവുകയാണ്. ഒരു പൊങ്കൽ ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. പയറ്, പരിപ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. മത്തങ്ങ ഇതുകൊണ്ട് ആക്കണം. അപ്പോൾ അവിടുത്തെ അമ്മ എനിക്ക് ഇരിക്കാൻ വേണ്ടി മുണ്ടൊക്കെ വിരിച്ച് തന്ന്, എന്നിട്ട് പയറുരിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ഞാൻ പയറൊക്കെ ഉരിക്കുവാണ്. അവരിട്ടിരുന്ന കോലമാണ് കേട്ടോ. വീട് ഫുള്ള് കോലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കോലം കാണാൻ. പിന്നെ അവിടുത്തെ അച്ഛൻ പൊങ്കലിന് വേണ്ടി പാലെല്ലാം തിളപ്പിച്ച് വെച്ചു. അത് ചൂടാവാൻ വേണ്ടി അവിടെ മണ്ണിൽ തന്നെയുള്ള അടുപ്പാട്ടോ ഇത്. ഈ അടുപ്പിലാണ് ഇവർ പൊങ്കലിനുള്ള എല്ലാം ചെയ്യുന്നത്. ഞങ്ങളുടെ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടെ ആയിരുന്നു പോയത്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ തലേദിവസം പോയായിരുന്നു. പിറ്റേ ദിവസമാണ് ബാക്കിയുള്ള എല്ലാവരും വന്നത്. നല്ല രസമാട്ടോ കാണാൻ, ഒരു രക്ഷയില്ല. ഒരു പ്രത്യേക ആചാരങ്ങളൊക്കെയാണ്. നമ്മൾ കേരളക്കാർക്ക് ഇതൊന്നും അറിയില്ലായിരിക്കും, പക്ഷേ തമിഴ്നാട്ടിൽ ഭയങ്കര വലിയൊരു ആചാരമാണിത്. വൈകിട്ട് ഫുള്ള് അടിച്ച് നനച്ച് ചാണാൻ മെഴുകി അങ്ങനെയൊക്കെ ആട്ടോ എല്ലാം ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ കന്ന് എല്ലാ പശുക്കൾ, ആട്, അങ്ങനെ എന്തൊക്കെ വളർത്തുന്നുണ്ടോ അതിനെല്ലാം പൂജിക്കുന്ന ഒരു ദിവസമായിട്ടാട്ടോ പൊങ്കൽ ആചരിക്കുന്നത്. അവർക്ക് പ്രത്യേകമായി ട്രീറ്റ് കൊടുക്കുന്ന രീതി. പൂജ സമയം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. റീൽസ് എടുക്കാനുള്ള ഷൂട്ടിങ്ങിലാണ് ആൾ. നല്ല അടിപ്പ റീൽസൊക്കെ ആയിരുന്നു. നല്ല എഡിറ്ററാണ്. ഞങ്ങളുടെ ക്യാമറമാൻ ചേട്ടനാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീൽസ് എടുക്കാനുള്ള ഷൂട്ടിങ്ങിലാണ് ഇപ്പോൾ ആലോചിക്കുന്നതും. അവിടുത്തെ അച്ഛനെയൊക്കെ വെച്ചിട്ട് റീൽസ് എടുക്കലായിരുന്നു പുള്ളിയുടെ മെയിൻ പരിപാടി. പിന്നെ ഡാൻസ് കളിക്കൽ. പാല് തിളച്ച് പൊന്തി വരുന്നുണ്ട് കേട്ടോ. പൊന്തി വരുമ്പോഴേക്കും പ്രാർത്ഥിക്കണമെന്നാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ പൊങ്കലെന്ന് വിളിക്കണം. ഈ പൊങ്ങി വരുമ്പോൾ പൊങ്കൽ ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ച് എല്ലാവരും അറിയിക്കുകയായിരുന്നു. ഇത് ക്യാമറമാന്മാർ പോസിന് വേണ്ടി ഇരിക്കുകയാണ്.
ഞങ്ങൾ ഫോട്ടോ എടുക്കടാന്ന് പറഞ്ഞ് പോസിനായിട്ടിരിക്കുക. രണ്ടും ക്യാമറമാന്മാരാണ്, ഒന്ന് മഹേഷും ഒന്ന് അരുൺ ചേട്ടനും. എന്നോട് ഫസ്റ്റ് അരിവാരി ഇടാൻ പറഞ്ഞു. എങ്ങനെയാണെന്നറിയില്ലായിരുന്നു, പിന്നെ അവർ പറഞ്ഞു തന്ന പോലെ ഞാനാക്കി. എല്ലാവരും ഇടണം കേട്ടോ, ഒരു പിടി അരി. ആ ഒരു പിടി ചിലപ്പോൾ നമുക്ക് തിന്നാൻ കിട്ടും. ഇവർ കന്നുകൾക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തരുന്നത് എല്ലാ പശു ജീവജാലം അങ്ങനത്തെ എല്ലാവർക്കും കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവരെ ഫുഡ് തരും. അത് നമ്മൾ കഴിക്കണം. ഒരു ടേസ്റ്റും ഇല്ല കഴിക്കാൻ, എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ്. പക്ഷെ അവരുടെ മെയിൻ ഫുഡ് അതാണ്. ഇതാട്ടോ ആ ഫുഡ്. ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ടേസ്റ്റൊന്നുമില്ല. എല്ലാവരും ഓരോ സ്ഥലത്ത് പോയി എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങളത് കഴിച്ച് ഒരു പൊട്ടം വീഡിയോ എടുക്കുന്നതാണ്. താഴെയൊക്കെയാണ് എടുക്കുന്നത് ഫുഡ് എടുക്കാൻ പറഞ്ഞപ്പോൾ. എൻ്റെ ഫ്രണ്ട് പവി, ഇതവിടുത്തെ ഒരു മെയിൻ അക്കയാണ്. ഞങ്ങളെല്ലാവരും അവിടെ ഇവിടെയൊക്കെ കുത്തിയിരിക്കുകയാണ്. പിന്നെ ഇത് ഓട്ട മത്സരം ഉണ്ടായിരുന്നു കാളയുടെ. അപ്പം അതിന് പോയപ്പോഴേക്കും എടുത്ത വീഡിയോ ആണ്. ഇവർ വിടും, ആ കാള ഓടി എങ്ങോട്ടാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ നേരെയൊക്കെ വരും. ഞങ്ങൾ പേടിച്ചൊക്കെ അവിടെ നിന്നത്. വലിയ കാളയൊക്കെയാണ് ഉള്ളത്. പിന്നെ ചിലതൊക്കെ കുഴപ്പമില്ല, ചെറുതാണ്, അതങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞങ്ങൾ പേടിച്ചോടിയൊക്കെ ചെയ്തായിരുന്നു. ചിലതിനെ കാണുമ്പോൾ പേടി വരുമല്ലോ. എന്നിട്ട് കുറേ പേര് വിടുമ്പോഴേക്കും അത് അതുപോലെ ഓടുന്നത്. പിന്നെ പടക്കം പൊട്ടിച്ച് അവരെ പേടിപ്പിച്ചൊക്കെ ഓടിക്കുന്നത്. ഓരോ ടീമിനും ഓരോ സ്ഥലത്തു നിന്ന് ഓരോ കാളേനെ ഇറക്കുന്നത്. വീട്ടിൽ നിന്ന് ഒരു കാള ഉണ്ടായിരുന്നു, ഞങ്ങൾ നിന്ന വീട്ടിൽ നിന്ന്. അതിനായിരുന്നു സെക്കൻഡ് പ്രൈസ് എന്തോ കിട്ടിയത്. പിന്നെ അവിടെ കിടന്നൊരു ട്രാക്ടർ, ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടി കയറണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് കയറിയിരുന്ന് റീൽസ് എടുക്കാൻ വേണ്ടി അവനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞ് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ എനിക്ക് ഈ കാണുന്ന മല ഒന്ന് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ മലയുടെ മുകളിൽ ഒരു ദൈവമുണ്ട്. പിന്നെ ഇത് ഫുള്ള് അവരുടെ മുല്ലത്തോട്ടമായിരുന്നു. അവിടെ രാവിലെ മുല്ലപ്പൂ പറിക്കാൻ പോയതാട്ടോ. കൂട്ടത്തിൽ പോയതാണ്. ഞാൻ പൂവാ പറിച്ച്, അവർ മുട്ട പറിക്കുന്നത്. പിന്നെ ഞാൻ റീൽസ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തൊരു പാറയാണ്. നല്ല രസമായിരുന്നു കൃഷ്ണഗിരി, ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ ഇതിന് പൊങ്കലിന് വേണ്ട ഇതൊക്കെ പറിക്കാൻ വേണ്ടി പോയതാണ്. എന്തൊക്കെയോ കുറേ ചെടിയൊക്കെ വേണമായിരുന്നു, അതൊക്കെ പറിക്കാൻ വേണ്ടി പോയതാണ്. ഫുള്ള് പാറയാട്ടോ, എന്ത് രസമാണ് കാണാൻ. അയ്യോ രക്ഷയില്ലായിരുന്നു, നല്ല ഭംഗിയാണ് കാണാൻ. എന്തൊക്കെയോ ആയുർവേദ മരുന്നൊക്കെ പറിക്കണമായിരുന്നു, അതെല്ലാം പറിച്ചുകൊണ്ടിരിക്കുവാണ് ഓരോന്നും. അലങ്കരിക്കാൻ വേണ്ടിയാട്ടോ ഇത്, പൊങ്കലിന് ഇടാൻ വേണ്ടിയല്ല, അലങ്കരിക്കാൻ വേണ്ടിയൊക്കെയാണ്. അപ്പോൾ ശരി, താങ്ക് യു.